നേതാവായിട്ട് ആരായിരിക്കും വരേണ്ടത്? ആര് വേണമെങ്കിലും വന്നോ, പിണറായി വരരുത്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം എനിക്ക് സത്യം പറഞ്ഞ ഞാനൊരു പണ്ടത്തെ ഒരു CPI കാരനാണ്. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല, ഹൃദയത്തിലില്ല. പക്ഷെ അവരുടെ അടുത്തുള്ള ഒരു സ്നേഹം കൊണ്ട് പറയാം, ഇനിയുള്ള പാർട്ടിക്കാരെ കൂടെ അങ്ങേരെ കുഴിച്ചു മൂടാതിരുന്ന കൊള്ളാം. പറയാൻ മനസ്സിലായില്ലേ? അദ്ദേഹം ദൈവത്തെ ഓർത്ത് പിണറായി വിജയൻ പ്രതിപക്ഷത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. വരരുതും, ഇനി വരുത്തരുത് അദ്ദേഹത്തിന്. പാർട്ടിയില് നിങ്ങൾക്ക് കഴിവുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട്, കഴിവുറ്റവരുണ്ട്. ആരും മോശക്കാരൊന്നുമല്ല, എല്ലാവർക്കും കഴിവൊക്കെ ഉണ്ട്. ഏതെങ്കിലും കഴിവുള്ള ഒരാളെ തീരുമാനപ്പെടുത്തിയിരിക്കും. പിണറായിയെ ഇനി ഈ ഏരിയയിൽ നിങ്ങൾ കൊണ്ടുവരരുത്. നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തിനകത്തോ അദ്ദേഹത്തിനെ കൊണ്ടുവരരുത്. കൊണ്ടുവന്ന ഈ പാർട്ടിയുടെ ഇവിടം ഇത് മണ്ണിട്ട് മൂടപ്പെടും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സ്നേഹം കൊണ്ട് പറയുന്നതാണ്, ആത്മാർത്ഥതയുള്ളതുകൊണ്ട് പറയാണ്. ഇവിടെ ഭരിക്കുമ്പോൾ, ഇവർ ഇത്രയും ഭൂരിപക്ഷത്തിൽ ഭരിക്കുമ്പോൾ അതിനെ നേരിടാൻ ശക്തിയായ ഒരു പ്രതിപക്ഷത്തിനെ നിങ്ങൾ കണ്ടെത്തണം. അത് വെറും ഇതാ പിടിച്ചവരെ ആവരുത്. കാര്യം ഇനിയിപ്പം അവരുടെ കൂടെ വരാനിരിക്കുന്ന ആൾക്കാരെ അതുകൂടെ നമ്മൾ കണക്കിലെടുക്കണം, ഏതെല്ലാം തരത്തിൽ. അപ്പം ഇവിടെ പ്രതിപക്ഷത്തിനെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അതുപോലുള്ള ആളിനെ വേണം പ്രതിപക്ഷമാക്കേണ്ടത്. അദ്ദേഹം ഇനി അദ്ദേഹം വന്ന ഇനി ഇവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉള്ളത് കൂടെ പോവും, ഉറപ്പായിട്ടും പോവും. ഇനി അവരുടെ വിലയും പോവും, നിലയും പോവും, അവരുടെ പാർട്ടിയുടെ എല്ലാം പോവും, ഉറപ്പാണ്. പിന്നെ ഒരു ഇലക്ഷൻ ഇവിടെ അവർക്ക് നിൽക്കേണ്ടിയും വരത്തില്ല, ഉറപ്പായിട്ടുള്ള പറയാണ്, തീർത്തും പറയാണ്. പിണറായി വിജയൻ നിൽക്കരുതിന്. എനിക്കൊരു അപേക്ഷയാണ് അദ്ദേഹത്തിനുള്ള. അദ്ദേഹം നിൽക്കരുതും. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും അവരൊന്ന് ജീവിച്ചു പോട്ട്, എങ്ങനെയെങ്കിലും ആ പാർട്ടി ഇങ്ങനെ പോട്ട്. എന്തായാലും പണ്ട് കുറെ കഷ്ടപ്പെട്ട്, ഇപ്പൊ കോടികളക്കാരന്മാരെ ഉണ്ടെങ്കിലും പണ്ടൊക്കെ കുറെ പരിപ്പോടയിൽ നിന്ന് കീറി ബന്യനും ഉടുപ്പിട്ട് നടന്നവരല്ലേ. അപ്പം അതൊന്നും നിലനിർത്താൻ വേണ്ടി ദൈവത്തെ ഓർത്ത് പിണറായി ഈ പ്രതിപക്ഷത്തിലോട്ട് വരരുതും. അതിന് കഴിവുള്ള ആൾക്കാർ ഇഷ്ടം പോലുണ്ട്. അവരെ ആരെങ്കിലും ആക്കുക. അത് ആക്കുമ്പോൾ വീണ്ടും എടുത്ത് ഞാൻ പറയുന്നുണ്ട്, അത് എല്ലാവരെയും അറിഞ്ഞു കേട്ട് വേണം. ഇതിനകത്തെല്ലാം ഉണ്ട്, എൻ്റെ വാക്കിനകത്തെല്ലാം ഉണ്ട്. അറിഞ്ഞു കേട്ടുള്ള ആളിനെ പ്രതിപക്ഷത്തിൽ ഇരുത്താവും. പിന്നെ മാത്രമല്ല, അപ്പൊ നിങ്ങളിനി പ്രതിപക്ഷത്തിന് പിണറായി വിജയനല്ല, ഇനി ഏത് കൊമ്പം വന്നാലും ഈ പ്രതിപക്ഷത്തിനേക്കാൾ ശക്തമായി ഭരിക്കാനുള്ള, എല്ലാം നിരീക്ഷിക്കാനുള്ള ശക്തിയേറിയ 3 തലയും പുലിയും അത് ജില്ലന്മാരായ സിംഹ കുട്ടികൾ അവിടെ നിരന്ന് നിൽപ്പുണ്ട്. പറയാൻ മനസ്സിലായില്ലേ? ആ BJPയുടെ കഴിവുറ്റ നേതാക്കന്മാരെ, കേന്ദ്ര മന്ത്രിമാരും ഒക്കെയാണ് നിൽക്കുന്നത് അല്ലേ. അതൊക്കെ നിസ്സാരമല്ല അവരൊക്കെ. അതുകൊണ്ട് അവര് അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധം വെച്ചുകൊണ്ട് വേണം ആൾക്കാരെ തെരഞ്ഞെടുക്കേണ്ടത്. പിണറായി അവിടെ പ്രതിപക്ഷമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ ഒരു പാർട്ടിക്ക് ഒരു ക്ഷീണം തന്നെ ഉണ്ട്. ഇപ്പൊ ഉണ്ടായ ക്ഷീണമൊന്നും ആയിരിക്കത്തില്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്.